knowledge and skill development program. ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മ്യൂച്വൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടെർമിനോളജീസ്. ആ ടെർമിനോളജീസ് ഞാൻ ഉപയോഗിക്കുന്ന ചില ടെർമിനോളജീസാണ് ഞാൻ ഫണ്ട് സെലക്ഷനും മറ്റും ഉപയോഗിക്കുന്ന ടെർമിനോളജീസാണ് ഇവിടെ ഞാൻ ചൂസ് ചെയ്യുന്നത്. പലരും വ്യത്യസ്തമായ രൂപത്തിലായിരിക്കും ഫണ്ട് സെലക്ഷൻ മറ്റും നടത്തുന്നത്. സോ അത് അവരവർക്ക് ആ രീതിയിൽ ചെയ്യാം. എൻ്റെ സെലക്ഷൻ മെത്തഡോളജി പെർഫെക്റ്റ് ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല. ബട്ട് ദിസ് ഈസ് ദ വേ. എൻ്റെ ഒരു ലോജിക്ക് അനുസരിച്ചിട്ട് ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ചൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ ടെർമിനോളജീസ്. അതിൽ ഒന്നാമത്തെ ടെർമിനോളജി എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ and the second terminology we discussed today is a beta, and third one is a Sharpe ratio, and fourth one is Jensen's alpha, fifth one is price to earnings, the sixth one is a price to book value. ഇത്രയും ഇത് മുഴുവൻ തീർക്കാൻ ഒരു മണിക്കൂർ വേണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ടൈം എത്ര എടുക്കും എന്നുള്ളത് ജഡ്ജ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അത് നേരത്തെ തീരുകയാണെങ്കിൽ അത് ബാക്കി ബാലൻസ് ടൈം നമുക്ക് ക്യാൻ യൂസ് ഫോർ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്. അല്ല, ഇത് കംപ്ലീറ്റ് തീരുന്നില്ലെങ്കിൽ ദ ബാലൻസ് വിൽ ബി ക്യാരിഡ് ഓവർ ടു ദ നെക്സ്റ്റ് സെഷൻ. ഈ ടെർമിനോളജീസ്, ഞാൻ ഉപയോഗിക്കുന്ന ടെർമിനോളജീസ് ഇവിടെ കംപ്ലീറ്റ് അല്ല. അത് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ടെർമിനോളജീസ് മാത്രമാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ നേരത്തെ ജഗദീഷ് ഭായിയുടെ പോസ്റ്റിങ്ങിലുണ്ടായിരുന്ന ഒരു ടെർമിനോളജി ഞാൻ തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ആവശ്യമെങ്കിൽ പിന്നീടുള്ള ഏതെങ്കിലും സെഷനിൽ അത് ഡിസ്ക്രൈബ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെർമിനോളജിയാണ്. ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ മാറ്റം, ചേഞ്ച് എന്നാണ് അർത്ഥം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ദിസ് ഈസ് ആപ്ലിക്കബിൾ ടു സെവറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ സിമ്പൽ ഒരു ഗ്രീക്ക് വേർഡാണ്. ഗ്രീക്കില് സിഗ്മ, സ്മോൾ സിഗ്മ, രണ്ട് തരത്തിലുള്ള സിഗ്മയുണ്ട്. ദിസ് ഈസ് എ സ്മോൾ സിഗ്മ. ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് സാധാരണ നമ്മളൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യമാണ്. ഒരു ഫണ്ട് സെലക്ഷൻ നോക്കുമ്പോൾ ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട്. റിലബിലിറ്റി ഓഫ് ദ ഫണ്ട് ഹൗസ് ഒരു ക്രൈറ്റീരിയ ആണ്. അതിൽ ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, ദെൻ സെക്ടർ ഫണ്ട്സ്, തീമാറ്റിക് ഫണ്ട്സ്, ഇതൊക്കെ നോക്കും. അപ്പൊ ഇതിലേതെങ്കിലും ഒരു കാറ്റഗറിയിൽ ഒരു കമ്പാരിസന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാവുന്ന ഒരു ടെർമിനോളജിയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ദിസ് വി ക്യാൻ യൂസ് ഒരു മ്യൂച്വൽ ഫണ്ടില്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വോളറ്റിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയായിരിക്കും. റിട്ടേൺസ് എല്ലാ സമയത്തും, എല്ലാ ദിവസവും, എല്ലാ ആഴ്ചയിലും, എല്ലാ വർഷവും ഒരുപോലെ ആയിരിക്കത്തില്ല. അത് റിട്ടേൺസ് വോളറ്റൈലായിരിക്കും. ചിലപ്പം മുകളിലോട്ട് പോകും. ദ റിട്ടേൺസ് ക്യാൻ ബി വെരി ഹൈ. നമുക്ക് അടുത്ത കാലത്ത് 2021 മറ്റും കണ്ടിട്ടുണ്ട്. കോവിഡിന്റെ കാലത്ത് ഒരു 50% സെൻസെക്സ് മറ്റും ഡൗൺ ആയി. അവിടുന്ന് തിരിച്ച് വന്ന സന്ദർഭത്തിൽ ഒരു 100-134 ഒക്കെ ശതമാനം റിട്ടേൺ തന്നിട്ടുള്ള ഫണ്ട്സ് ഉണ്ട്. സോ ദാറ്റ്സ് ഓൾസോ ദ അപ്സൈഡ് ഈസ് ഓൾസോ ഈ വോളറ്റിലിറ്റിയിൽ പെടുന്നതാണ്. And the downside also comes under volatility. And this volatility that is on the returns of the fund. Returns of the fund ഞാൻ എടുക്കുന്നത് മണി കൺട്രോൾ, അല്ലെ വാല്യൂ റിസർച്ച്, അല്ലെങ്കിൽ ഓരോ ഫണ്ട് ഹൗസിന്റെ ഫാക്ട് ഷീറ്റ്, അതിലുള്ള ഹിസ്റ്റോറിക്കൽ റിട്ടേൺ ആണ് ഞാൻ നോക്കാറുള്ളത്. മോസ്റ്റ് ഓഫ് യു വിൽ ബി ഡൂയിങ് ദ സെയിം തിങ് ഐ തിങ്ക്. അപ്പൊ അതില് 1 year റിട്ടേൺ കൊടുത്തിട്ടുണ്ടാവും, 3 year റിട്ടേൺ, 3 year 1 year അബ്സല്യൂട്ട് ആയിരിക്കും, 3 year ഇറ്റ് വിൽ ബി CAGR, 5 year 7 year ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അതില് ചില സൈറ്റിൽ കയറിയാൽ അതിന്റെ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സൈറ്റിൽ മാത്രമല്ല,
ഈ ഫണ്ടിന്റെ ഫാക്ട് ഷീറ്റിനകത്തും ഉണ്ടാകും. ഈ ഡീവിയേഷൻ എന്ന് പറഞ്ഞതുകൊണ്ട് അതിനകത്തൊരു റിസ്ക് ഉള്ള പാർട്ടും ഉണ്ട്, സന്തോഷകരമായ ഒരു പാർട്ടും ഉണ്ട്. റിസ്ക് എന്ന് പറയുമ്പോൾ ഈ റിട്ടേൺ നമ്മളെ ഹിസ്റ്റോറിക്കൽ റിട്ടേൺസിൽ കുറയുമ്പോഴാണ് റിസ്ക് വരുന്നത്. ബട്ട് ടെർമിനോളജി, ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ടെർമിനോളജി ഈസ് യൂസ് ടു മെഷർ ബോത്ത് അപ്സൈഡ് ആൻഡ് ഡൗൺ സൈഡ്. അത് ഇറ്റ് ഈസ് എക്സ്പെക്ടഡ് വേരിയേഷൻ ഓൺ ദ റിട്ടേൺസ് ഓഫ് ദ ഇൻവെസ്റ്റ്മെന്റ്. എവിടെ നിന്നുള്ള വേരിയേഷൻ ആണ്? ദാറ്റ് ഈസ് ഫ്രം ദ മീൻ റിട്ടേൺ. അത് 1 ഇയറോ 3 ഇയറോ ഒക്കെ എടുക്കാം. അതിൽ നിന്ന് എന്ത് വ്യത്യാസം വരാം എന്നുള്ളതാണ് ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ടെർമിനോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിൽ ഇത് മനസ്സിലാക്കാനുള്ള ഒരു ഗ്രാഫാണ്. ദിസ് ഗ്രാഫ് ഈസ് കോൾഡ് ബെൽ കർവ്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഐ തിങ്ക് ഇറ്റ് ഈസ് ടോട്ട് ഇൻ സ്കൂൾസ് ഇറ്റ് സെൽഫ്. ഇപ്പം എൻ്റെ ഓഫീസിലുള്ള ഒരു സ്റ്റാഫ് ഉണ്ട്. ഞാൻ ഈ സ്റ്റാഫിൻ്റെ അടുത്ത് ഇത് പവർ പോയിന്റ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ, ഷീസ് യങ്, ഷീസ് വെരി ഫാസ്റ്റ്, അതുകൊണ്ട് വളരെ വേഗത്തിൽ, എന്നേക്കാൾ വേഗത്തിലൊക്കെ ചേരും. അപ്പം ഞാൻ ചോദിച്ചത് അറിയാവോന്ന് ചോദിച്ചു. പറഞ്ഞ് സ്കൂളിൽ പഠിച്ചാന്ന് പറഞ്ഞു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഞാനൊക്കെ പഠിക്കുന്ന കാലത്തൊന്നും ഞാൻ പഠിച്ചിട്ടേ ഇല്ല ഈ വിഷയം. ഈ ബെൽ കർവ് കാണിക്കുന്നത് ഇന്നത്തെ ദിസ് ഹൊറിസോണ്ടൽ റെഡ് ലൈൻ ഈസ് ദ മീൻ റിട്ടേൺ. ഇറ്റ് ക്യാൻ ബി, നമ്മൾ ഏത് പീരീഡ് ആണ് എടുക്കുന്നത്, 1 ഇയർ ആണോ 3 ഇയർ ആണോ, വളരെ ലോങ് പീരീഡ് എടുക്കണ്ട. ഐ തിങ്ക് ചില വെബ്സൈറ്റിലൊക്കെ കൊടുത്തിട്ടുള്ളത് മീൻ റിട്ടേൺ, അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ലാസ്റ്റ് 3 ഇയേഴ്സ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. സോ യു കൺ ടേക്ക് ദ മീൻ റിട്ടേൺ ഫോർ ദ ലാസ്റ്റ് 3 ഇയേഴ്സ്. സോ ഇതൊരു ഗ്രാഫാണ്. ഗ്രാഫില് ദിസ് ലൈൻ, ദിസ് ഡോട്ടഡ് ലൈൻ ഈസ് ദ വൈ ആക്സിസ് ആൻഡ് ദ ഹൊറിസോണ്ടൽ ലൈൻ, ദിസ് ലൈൻ ഈസ് എക്സ് ആക്സിസ് ആൻഡ് ദിസ് ഈസ് ദ പോയിന്റ് 0. സീറോയിൽ നിന്ന് റൈറ്റിലേക്കുള്ള ഭാഗം ഇറ്റ് ഈസ് കോൾഡ് എക്സ് ആക്സിസ്. ദിസ് ഈസ് ദ പോസിറ്റീവ് പാർട്ട് ഓഫ് എക്സ് ആക്സിസ് ആൻഡ് ദിസ് ഈസ് ദ നെഗറ്റീവ് പാർട്ട് ഓഫ് ദ എക്സ് ആക്സിസ്. ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് 68%, 68.2% കാലത്തും ഭാവിയിൽ ഉണ്ടാകാവുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഈ മീൻ റിട്ടേണിനേക്കാൾ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടുതലാകാം, ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കുറവാകാം. അത് മീൻ റിട്ടേൺ, സപ്പോസ് ഞാനിവിടെ ഒരു assume the 3-year mean return or CAGR of X fund is a 15%. And the standard deviation is a 12%. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പീരീഡിൽ ദിസ് ഈസ് ഈ വൈ ആക്സിസിന്റെ റൈറ്റ് സൈഡിൽ ഈ സ്കൈ ബ്ലൂ കളറിലുള്ള ഈ പോർഷൻ, ദിസ് റെപ്രസെന്റ്സ് 38.1% ഓഫ് ദ ഡേറ്റ ഓർ ദ ഫ്യൂച്ചർ, മേ ബി ഡെയിലി ഓർ ഇറ്റ് ക്യാൻ ബി വീക്ക്ലി ഓർ ഇറ്റ് ക്യാൻ ബി മന്ത്ലി. നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? ഒരു ഈ ഒരു പീരീഡിൽ the return can be mean return plus one standard deviation. And this period, total it is this period from this point to this point, it is 68.2%. Or I can call it a periods, or you can call it as a data for the 68.2 periods. So during this period, the return can be mean return plus one standard deviation, or it can be mean return plus minus one standard deviation. ഇത് ഞാൻ എൻ്റെ ക്ലയൻസിൻ്റെ അടുത്ത് പറയുന്നത്, ഞാനിത് പറഞ്ഞിട്ടാണ് ഞാൻ മ്യൂച്വൽ ഫണ്ട്സ് സെൻഡ് ചെയ്യുന്നത്. ഈ ഹിസ്റ്റോറിക്കൽ റിട്ടേൺസ് കാണിക്കും. ഹിസ്റ്റോറിക്കൽ റിട്ടേൺസ് കാണിക്കുന്ന കൂട്ടത്തിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടെ പറയും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പറഞ്ഞിട്ട് പറയും 68% of the periods the return can be mean return plus one standard deviation, and it can be mean return minus one standard deviation. I think it is clear. Then the next part is, see, this is the major part of this graph, and this is smaller part. This is, I think, 13.7 or so. During this period, it can be, I'll go to this period. This is a total from this point to this point is a 95.4%. So during this period, the return can be
mean return plus 2 standard deviation. For example, നമ്മളിപ്പോൾ നോക്കിയ കേസിൽ 15% മീൻ റിട്ടേൺ കാണുന്നത്, 12% സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്നത്. അപ്പൊ നമ്മളിത് പറഞ്ഞാൽ കസ്റ്റമർ വിൽ ബി ഹാപ്പി. അറ്റ് ടൈംസ് ചില സന്ദർഭങ്ങളിൽ നമുക്ക് കിട്ടാവുന്ന റിട്ടേൺ 15 plus 2 standard deviation. 15 plus 2 standard deviation means 15 plus 24. 15 plus 24 is how much? 49. അല്ലേ? തെറ്റല്ലേ പറയണം. 15 plus 2 standard deviation. 2 standard 24 plus 50. Sorry, it is 39. 39%. So it can go up to 39%. ഞാൻ പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കൃഷ്ണാനന്ദ്, ദെൻ മധു, പിന്നെ പറഞ്ഞത് ഒന്ന് കറക്റ്റ് ചെയ്യണം. ഈ പീരീഡില് റിട്ടേൺസ് ക്യാൻ സംടൈംസ് ബി 15 plus 24, that is 39%. അത് പറഞ്ഞതിന് ശേഷം അടുത്ത് പറയുക, the return can be 15 minus 2 standard deviation. 15 minus 2 standard deviation എത്രയാണ്? 15 നിന്ന് 24 കുറച്ചാൽ എത്ര വരും? It can be minus 9%. അതിന്റെ കേസിൽ 15 plus 1 standard deviation means 15 plus 12 is 27. അല്ലേ? മനസ്സിൽ പറയാണ്, കൂട്ടുന്നത് തെറ്റിപ്പോകുന്നുണ്ട്. 15 plus 12 is 27. 15 minus 12 means 3%. So tell him 68% of the period, the return can be 27%. And also tell him, so he'll be happy, then investor will be happy. Then next tell him it can be 3% also. So normally that range we can state it as a 3 to 27. So ഞാൻ തിരിച്ചാണ് പറയാറുള്ളത്, 27 to 3. വീണ്ടും അടുത്തത് പറയുന്നത്, ഇത് the return during 95.4% of the periods, the return can be mean return, that is 15 plus 2 standard deviation. 2 standard deviation is, I told earlier, 2 into 12, that is 24. 24 plus 15 is 39. So 95 points, in certain situations, the return can be 39%. And it can also be, മെല്ലെ പറഞ്ഞാൽ മതി, അശ്വത്ഥാമ കുഞ്ഞര എന്ന് പറഞ്ഞ പോലെ ശബ്ദം കുറച്ച് പറഞ്ഞാൽ മതി, it can be minus 9% also. And in very exceptional cases, that is 97.7% of the periods, the return can be mean return plus 3 standard deviation. 3 standard deviation is 3 into 12 is 36. 36 plus 15 is 51. So in rare occasions, it can be 51%. And it can also be 15 minus 36. What is 15 minus 36? 15 minus 36. I'll come to here later. So this is the way I apply this standard deviation and present it to the investors. ഇങ്ങനെ പറയുന്നതുകൊണ്ടുള്ള ഒരു ഗുണം, ഇത് ഞാനിപ്പോ ഇങ്ങനെ പറയണമെന്ന് FPSB ആണ്, FPSB ഞങ്ങളുടെ ബുക്കുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഹിസ്റ്റോറിക്കൽ റിട്ടേൺസ് പറയുന്നതൊക്കെ കൊള്ളാം, പക്ഷെ പറയുന്ന കൂട്ടത്തില് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടെ പറഞ്ഞ് മനസ്സിലാക്കി എന്താകാം, ഭാവിയിലുള്ള ചേഞ്ചസിനുള്ള സാധ്യത എന്താണ് എന്നുകൂടി പറഞ്ഞ് മനസ്സിലാക്കിയാൽ നമുക്ക് സേഫ്റ്റി ആയിരിക്കും. മാർക്കറ്റിന്റെ വേരിയബിലിറ്റി എന്താണെന്ന് അവർക്ക് മനസ്സിലാകും, മാർക്കറ്റ് വേരിയബിൾ ആണെന്ന് മനസ്സിലാകും, അല്ലെങ്കിൽ വോളറ്റൈൽ ആണെന്ന് മനസ്സിലാകും. So this is about standard deviation. ഞാനിത് കുറെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് 3 years ബേസിലാണോ? എന്തോ 3 years ബേസിലാണോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തത്? ഇപ്പൊ നമ്മള് ഇത് ഹിസ്റ്റോറിക്കൽ റിട്ടേൺ ആണ്. ഹിസ്റ്റോറിക്കൽ റിട്ടേൺ വെച്ചിട്ടാണ് ഈ കർവ് ഫോം ചെയ്തിട്ടുള്ളത്. ഈ കർവ് എക്സാക്ട്ലി ദിസ് ക്യാൻ ബി സംടൈംസ് ദ റൈറ്റ് സൈഡ് ക്യാൻ ബി സ്ക്യൂഡ്, ലെഫ്റ്റ് സൈഡ് ക്യാൻ ബി സ്ക്യൂഡ്, ബിക്കോസ് ഫോർ ദ പീരീഡ് അണ്ടർ കൺസിഡറേഷൻ നമ്മൾ എടുത്തിട്ടുള്ള ഡേറ്റ എടുത്തിട്ടുള്ള പീരീഡില് if the market was bullish, ഈ സൈഡ് സ്ക്യൂ മുമ്പോട്ട് വരും, ബാക്ക് സൈഡ് ലെഫ്റ്റ് സൈഡ് സ്ക്യൂഡ് ആയിരിക്കും.
സോ ദാറ്റ് ഡിപ്പെൻസ്. ഇത് ജനറൽ ആയിട്ടുള്ള പ്രസന്റേഷനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് സാറിന് എടുക്കുമ്പോൾ ഹിസ്റ്റോറിക്കൽ ഡേറ്റ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അത് ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ള കൺസെപ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്സിന് പെർഫെക്റ്റ് ആകണമെന്നില്ല എന്നാണ് ഇക്കാര്യത്തിലുള്ള പണ്ഡിതന്മാർ പറയുന്നത്. കാരണം ഇത് ഈ മാർക്കറ്റ് കഴിഞ്ഞ ഒരിക്കൽ ഇറ്റ് ഡസന്റ് റിപ്പീറ്റ് ഇറ്റ് സെൽഫ്. ഇറ്റ് വിൽ ബി ഡിഫറെന്റ്. ബട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇവിടെ പറയുന്നതല്ല ഇക്വിറ്റി ഫണ്ട് കാര്യം മാത്രമാണല്ലേ ഉദ്ദേശിച്ചത്? ഇറ്റ് ഈസ് എല്ലാത്തിനും ആപ്ലിക്കബിൾ ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഗോപി സർ, ഞാനൊന്ന് ബ്രേക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു കമന്റ് വന്നിട്ടുണ്ട് സർ. കോമൺ മാനിന് മനസ്സിലാകണ പോലെ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മീനും? ജഗദീഷ് ഭായ്, ഞാനൊന്ന് ഇന്ററപ്റ്റ് ചെയ്തോട്ടെ. ഓക്കെ, ഞാനും ആ കമന്റ് വായിച്ചു. ഞാനിത് സിമ്പിൾ ആയിട്ടൊന്ന് പറയാൻ ശ്രമിക്കാം. പറഞ്ഞോട്ടെ. അതായത് നിങ്ങളിപ്പോ മ്യൂച്വൽ ഫണ്ട് തൽക്കാലം കംപ്ലീറ്റ് മറക്കൂ. നമുക്ക് ഇതിനകത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞത് ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിന്റെ പെർഫോമൻസ് എങ്ങനെ ആയിരിക്കും ഇൻ ഫ്യൂച്ചറിൽ എന്ന് നമ്മൾ ഒന്ന് സയന്റിഫിക് ആയിട്ട് ഗസ് ചെയ്യാനാണ് ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചാർട്ട് കൊണ്ട് നമ്മൾ ശ്രമിക്കുന്നത്. ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ്. ഫോർ എക്സാമ്പിൾ, യു ആർ സെലക്ടിങ് പ്ലേയേഴ്സ് ഫോർ എ ക്രിക്കറ്റ് ടീം. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ഏത് ടൈപ്പ് പ്ലെയറിനെ വേണം എന്നുള്ളത് സെലക്ട് ചെയ്യുന്നത് ആ പ്ലെയറിന്റെ ഒരു പ്രീവിയസ് ഹിസ്റ്ററി നോക്കി അവൻ എന്ത് തരം പ്ലെയർ ആണ് എന്ന് നോക്കിയിട്ടാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, if you want a player to really score runs by taking huge risk, you will definitely go and select a player like Virender Sehwag. But if you want a player where you are not really bothered about the number of runs taken, പക്ഷേ ഔട്ട് ആവരുത്, അവൻ പൊട്ടി പഞ്ചറാവരുത്, അങ്ങനത്തെ മനസ്സിൽ നമ്മുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ you will not select Virender Sehwag, but you will try to select a player like whom? ആരായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യുക? രാഹുൽ ദ്രാവിഡ്. കറക്റ്റ്. അപ്പോ രാഹുൽ ദ്രാവിഡിനെ സെലക്ട് ചെയ്യുന്നതും വീരേന്ദർ സെഹ്വാഗിനെ സെലക്ട് ചെയ്യുന്നതും എന്ത് മനസ്സിൽ വെച്ചോണ്ടാണ്? അവരുടെ ഹിസ്റ്റോറിക്കൽ ഒരു സ്കോർ മനസ്സിൽ വെച്ചോണ്ടാണ്. അപ്പൊ അതേപോലെ രാഹുൽ ദ്രാവിഡിന്റെ അല്ലെങ്കിൽ വീരേന്ദർ സെഹ്വാഗിന്റെയോ സ്കോർ ആണ് ഈ ഗ്രാഫ് എന്ന് വെക്കുക. അതായത് രാഹുൽ ദ്രാവിഡ് കഴിഞ്ഞ 100 കളികളിൽ എത്ര സ്കോർ എടുത്തു, അല്ലെങ്കിൽ എത്രയായപ്പോൾ അദ്ദേഹം ഔട്ടായി എന്നുള്ളത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഗ്രാഫ് കിട്ടും. മനസ്സിലായോ? ചില കളിയിൽ അദ്ദേഹം ആദ്യം ഡക്കിന് ഔട്ടായിട്ടുണ്ട്, ചില കളികളിൽ അദ്ദേഹം സെഞ്ചുറിയും ഡബിൾ സെഞ്ചുറിയും ട്രിപ്പിൾ സെഞ്ചുറിയും അടിച്ചിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? പക്ഷേ ഓൺ ആൻ ആവറേജ്, അതായത് നടുക്കത്തെ ലൈൻ, അതാണ് രാഹുൽ ദ്രാവിഡിന്റെ ആവറേജ് ആയിട്ട് കഴിഞ്ഞ 100 മാച്ചിന്റെ സ്കോർ എന്ന് വെച്ചോളൂ. ആവറേജ് ആ ലൈൻ ഒരു 70 ആണ് കാണിക്കണതെങ്കിൽ ഓക്കെ, രാഹുൽ ദ്രാവിഡിന്റെ ഒരു ആവറേജ് സ്കോർ 70 വരെ അവൻ പിടിച്ചു നിൽക്കും, ആവറേജ്. ബട്ട് ഇറ്റ് നീഡ് നോട്ട് ബി 70. ഹി ക്യാൻ ബി ഔട്ട് ബിഫോർ 70, ഹി ക്യാൻ ബി ഔട്ട് ആഫ്റ്റർ 70. കറക്റ്റ്? നൗ എന്നിട്ട് രാഹുൽ ദ്രാവിഡിന്റെ ഈ സ്കോർ ഇങ്ങനെ ഇവിടെ പ്ലോട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ ഇത് ഒരു മണിയുടെ ഒരു ഷേപ്പാണ്. മണിയുടെ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഒരു കർവ് കിട്ടും. ഈ കർവിന്റെ ആക്ച്വലി ദിസ് ഈസ് കോൾഡ് ആസ് എ പെർഫെക്റ്റ് ബെൽ കർവ്. അതായത് പെർഫെക്റ്റ് ഒരു മണിയാണിത്. നൗ ഇപ്പോ ഈ കർവ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ സ്കോർ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ രാഹുൽ ദ്രാവിഡിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മാത്തമാറ്റിക്കൽ ഫോർമുലയിൽ let us assume that the standard deviation is, let us assume 20. അങ്ങനെ വരികയാണെങ്കിൽ ആ നീല പോർഷൻ കാണുന്നില്ലേ, അതാണ് 1 സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്കോറുകൾ. അതായത് അവന്റെ ആവറേജ് ഞാൻ 70 ആണെന്ന് പറഞ്ഞു. അപ്പോൾ 70 മൈനസ് 20 എത്രയാണ്? ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കുറച്ചു, 50. 70 പ്ലസ് 20 എത്രയാണ്? 90. അപ്പോ 50 റണ്ണിനും 90 റണ്ണിനും ഇടയ്ക്ക് ഔട്ടായേക്കുന്ന നമ്പർ മാത്രമാണ് ആ ബ്ലൂവിൽ കാണിക്കുന്ന ആ ഏരിയ. മനസ്സിലായോ? പ്ലസ് 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതായത് 70 ആണ് അവന്റെ ആവറേജ്. 70 പ്ലസ് 20 പ്ലസ് 20, 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. 70 പ്ലസ് 20 90, 90 പ്ലസ് 20 110. ആ 110ൽ ഔട്ടായേക്കുന്ന ആ സ്കോറാണ് റൈറ്റ് സൈഡിൽ പച്ചയായിട്ട് നിങ്ങൾ കാണുന്നത്.
2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മൈനസ്, അതായത് 70 ആണ് ആവറേജ്, മൈനസ് 1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 50, 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 50 മൈനസ് 20 30. ആ 30 ഔട്ടായേക്കുന്ന ആ സ്കോറാണ് ആ പച്ചയിൽ നിങ്ങൾ കാണിച്ചേക്കുന്നത്. സ്റ്റാർ കഴ്സർ ഇപ്പോൾ ആ പച്ചയിലാണ് കാണിക്കുന്നത്. അപ്പൊ ഈ പച്ചയും നീലയും കൂടെ ചേർത്ത് നോക്കിയാൽ രാഹുൽ ദ്രാവിഡ് 30 റണ്ണിനും 110 റണ്ണും ഇടയ്ക്ക് എടുത്തേക്കുന്ന ഒരു സ്കോറാണ് അവന്റെ മെജോറിറ്റി സ്കോർ. കറക്റ്റ് അല്ലേ? അപ്പോ ഈ പെർഫെക്റ്റ് ബെൽ കർവ് തിയറി അനുസരിച്ച് ഈ നീല പോർഷൻ, അതായത് 1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പ്ലസ് അല്ലെങ്കിൽ മൈനസ്, അത് അപ്രോക്സിമേറ്റ്ലി 68% കളികളിലും രാഹുൽ ദ്രാവിഡ് ആ നീലയിലായിരിക്കും നിന്നിരിക്കുക. അതായത് 50 റണ്ണിനും 90 റണ്ണിനും ഇടയ്ക്ക് അവൻ ഔട്ടായിട്ടുണ്ടാവും. 68 കളിയിൽ ആവറേജ് 68% ഓഫ് ദ മാച്ചസ് he would have scored a score between 50 and 90. How did I get 50? His average is 70, standard deviation is 20. So plus 1 എന്ന് പറയുമ്പോൾ 70 plus 1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, 70 plus 20 90, മൈനസ് 1 എന്ന് പറയുമ്പോൾ 70 മൈനസ് 20 50. അപ്പൊ ഈ നീല പോർഷൻ എന്ന് പറയുന്ന ആ സ്കോറ് 50നും 90നും ഇടയ്ക്കായിരിക്കും. 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ 70 മൈനസ് 20 മൈനസ് 20 അഗെയിൻ 30. പോസിറ്റീവില് 70 പ്ലസ് 20 പ്ലസ് 20 110. അതായിരിക്കും ആ പച്ചയും നീലയും കൂടെ ചേർന്നിരിക്കുന്ന ടോട്ടൽ സ്കോർ. മനസ്സിലായോ? അപ്പോ സെലക്ടർക്ക് തീരുമാനിക്കുക, ഓക്കെ, രാഹുൽ ദ്രാവിഡിനെ എടുത്തു കഴിഞ്ഞാൽ 68% അവൻ എങ്ങനെ പോയാലും മിനിമം 50 റൺ അടിക്കാൻ സാധ്യതയുണ്ട്, മാക്സിമം ഒരു 90 റണ്ണും അടിക്കും. അപ്പൊ അവനൊരു ഐഡിയ കിട്ടി രാഹുൽ ദ്രാവിഡിന്റെ സ്കോറിംഗ് പാറ്റേൺ എങ്ങനെയാണെന്ന്. മനസ്സിലായോ? ഇതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിന് ഈ റണ്ണിനെ നിങ്ങൾ മനസ്സിൽ നിന്ന് മാറ്റി കളഞ്ഞിട്ട് റിട്ടേൺസ് അവിടെ എന്തോ ഞാൻ ഒരു ഡേറ്റ എക്സർസൈസ് പോലെ ചെയ്യുന്നുണ്ട്. കറക്റ്റ്. അതെ, മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾ ആ റണ്ണ് മാറ്റിയിട്ട് അതിന്റെ റിട്ടേൺസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ, അത്രേ ഉള്ളൂ. സിമ്പിൾ. ഈ ഡീവിയേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് ഈ FPSB പഠിക്കുമ്പോൾ ഈ കൃഷ്ണാനന്ദ് പറഞ്ഞ പോലെ 2 ക്രിക്കറ്റേഴ്സ്, 2 പേരുടെ ആവറേജ് റിട്ടേൺ, മീൻ റിട്ടേൺ ഒന്ന് തന്നെയാണ്. ഇതിൽ ആരെ സെലക്ട് ചെയ്യും? അതിന് അവരുടെ സ്കോറിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എടുത്തിട്ട് ആരുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണോ കുറവ് അയാളെ ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാല് higher the standard deviation means the risk is like higher level and the lower standard deviation means the risk is lower level. Exactly. Correct. അതായത് higher standard deviation gives you a higher volatility, lower standard deviation gives a lower volatility. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകത്തില്ല. അതെ, അത് ഒരു 2 ഫണ്ട് വിത്ത് ഓൾ സെയിം ഡേറ്റ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ക്രിക്കറ്റേഴ്സ്, അവരുടെ ആവറേജ് റിട്ടേൺ കഴിഞ്ഞ ഒരു 10 കളികളിലുള്ള ആവറേജ് റിട്ടേൺ 2 പേരുടെയും സെയിം ആണ്. പക്ഷെ ഒരാളുടെ ഈ ആവറേജിൽ നിന്നുള്ള വേരിയേഷൻ വളരെ ഹൈ ആണ്. അദ്ദേഹത്തെ നമ്മൾ തെരഞ്ഞെടുക്കത്തില്ല, ഹിൽ ബി റിജക്റ്റഡ്. ആവറേജിൽ നിന്നുള്ള വേരിയേഷൻ കുറഞ്ഞിട്ടുള്ള ആളെ ആയിരിക്കും ക്രിക്കറ്റിന്റെ ടീമിലേക്ക് സെലക്ട് ചെയ്യാം. ഇതിൽ ഞാനിവിടെ ഒരു കാൽക്കുലേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞാണ്. 15% ദ മീൻ റിട്ടേൺ ആൻഡ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് 12%. ഇതാണ് കേസെങ്കിൽ ഇത് നമ്മൾ എങ്ങനെ, ഇതാണ് നേരത്തെ സിമ്പിൾ ആയിട്ട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചത് അല്ലേ? ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ 68.2% ഓഫ് returns in the future will fall within, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, 1 standard deviation above or below mean. ക്ലിയർ ആണല്ലോ അല്ലേ? അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കുറയുമ്പോൾ കൺസിസ്റ്റൻസി കൂടും. രാഹുൽ ദ്രാവിഡ് is a consistent player. അവന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൃഷ്ണാനന്ദ്, അപ്പൊ ഇവിടെ ഈ കേസ് വരുമ്പോൾ നമ്മൾ ഈ 68% എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതില് 50 നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്താണ് 15 plus 1 standard deviation. Standard deviation is 12. So 15 plus 1
into 12 is 27. So this is the probability. You can explain it to the client. And the second part is it can be 15% minus 1 into 12%. So this is 15% minus 1 standard deviation. So return is during the 68% of the periods in future, it will be between 27 and 3%. I used to tell 27 first because the investor will be happy. Also, I used to tell him it can be 3%, or the returns can be in the range 3 to 27%. And then this return range I have specified 27 and 3%. Then the second situation is 95.4% of returns in future. Either it should fall within 2 standard deviations. 2 standard deviations above or below mean. Mean was a 15%. 15% in the plus 2 standard deviation, or it can be 15% plus 2 standard deviation. It's a 15% plus 2 into 12, that is 39%. So tell him that 95% of the periods, it can go up to 39%. Also tell him 15% minus 2 into 12%, 2 standard deviation. That is minus 9%. So 95.4% of the periods, the 10 can be plus 39 and minus 9%. I repeated the range, 39 and 9%. Now there's another case, 99.7% of the returns in future. It will be 3 standard deviations above or below mean. So that means if you calculate it, 15%, 3 into plus 3 into standard deviation. Standard deviation is 12, so 3 into 12 is 36, 36 plus 15, it is a 51. So it can be 51%. Your investor will be happy. It can also be minus 21%. So we are safe. And this is the chance also. In special situations like that happened in 2008 during the subprime crisis and the corona effect in 2020 March or so. 2020 March, the Sensex was, I think, if I'm not correct, excuse me, it was, my memory, it was 52,000 or so, and it has gone down to 26,000. And in 2008, the maximum peak Sensex was 21,021. And it has gone down to 8,000. Again, special, it can vary. The variation can be 3 standard deviations plus or minus. The plus we have seen from 26,000 in March 2020. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇടയ്ക്കുള്ള ചില പീരീഡ് നമ്മൾ നോക്കുമ്പോൾ 1 year ഒക്കെ എടുത്ത് നോക്കുമ്പോൾ 90%, 100%, 134% ഒക്കെ വരുന്നുണ്ട്. ആ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ ഒരു പോർഷൻ. And in very few cases, 99.7 plus or 0.3% ഉണ്ട്. It can even be higher than this 51 and it can be lower than the 21 also. So this is about standard deviation. I think it is clear. Any doubt, anybody? അത് പറഞ്ഞിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. Okay, sir. I think this is absolute return. Pardon? Absolute return? No, CAGR. CAGR. Okay. 15% is CAGR. Absolute return in total. No, 51% CAGR for 1 year. 51% CAGR. For 1 year or? Yeah, it can be, see, certain periods, certain time. It can be 51% CAGR. Okay. And in value research, the standard deviation given is 3-year standard deviation. Okay. And in mutual funds, it is not specified the period under consideration for standard deviation. Oh, a fact sheet does not give that information. A fact sheet doesn't give the information that this standard deviation pertains to so much years. Oh, okay. But in value research website, it is given that that standard deviation they have provided is for a 3-year. Okay. On 3-year return. Okay. Ideally, we should look for a 3 year or 5 years
for standard deviation? Standard deviation, I think I usually refer value research, and the data available in value research is a 3-year standard deviation. Okay. And So- more, and actually more, if the number of years are more, this doesn't have much effect. Because one fund, Franklin Templeton Blue Chip Fund, I think it was started in 1993 by the earlier people. And the return was, even during subprime crisis, the return was 18%. So over the long term, the impact of the variability or volatility in the equity market will not affect the returns on the return of the funds very much. There will be impact will be there, but that impact will be meager. Okay. So both these are annualized. 51% is annualized, and the minus 21% is also annualized. So ideally, if we speak, the standard deviation of the large cap is far lower than standard deviation of the small cap. Yeah, and that is what I am coming to. When you compare, you can compare apple with apple. Okay. And not apple with them. ഗോവിന്ദൻ സാറേ, ഒരു കാര്യം കൂടെ, AMCകൾ തരുന്ന ഫാക്ട് ഷീറ്റിൽ അവർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഏത് ഇയേഴ്സ് എത്ര നോർമലി പറയാൻ ഏതായിരിക്കും ചാൻസ്? അല്ല, അത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പറയുന്നുണ്ട്, എത്ര പീരീഡ് എന്ന് പറഞ്ഞിട്ടില്ല. അവർ ഡിക്ലെയർ ചെയ്യത്തില്ല ഒരു രീതിയിൽ. നമുക്ക് കിട്ടാനും മാർഗം എത്ര പീരീഡിലേക്കുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെന്ന് പറഞ്ഞിട്ടില്ല. ഞാനൊരു 2-3 പ്രസന്റേഷന് വേണ്ടിയിട്ട് ഇതൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് 2-3 ഫാക്ട് ഷീറ്റ് നോക്കി അവിടെയും കണ്ടില്ലേ. ഞാൻ അവിടെ എവിടെയെങ്കിലും എന്റെ മുകളിലേക്ക് ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ വി കൻ പ്ലീസ് കൊണ്ടുവരും. നമ്മളെല്ലാം വിചാരിച്ചോണ്ടിരുന്ന ഒരു വർഷത്തെ ആണെന്നുള്ള രീതിയിലാണ് വിചാരിച്ചോണ്ട്. അല്ല, അത് ആനുവലൈസ്ഡ് എന്ന് പറഞ്ഞ അവിടെ ഒരു ടെർമിനോളജി സൈഡിലുണ്ട്. അവസാനം ഞാൻ ആവശ്യം വന്നാൽ ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ആനുവലൈസ്ഡ് വേദിങ് വരുന്നുണ്ട്. പക്ഷെ സൂക്ഷിച്ച് മനസ്സിലാക്കിയാൽ that terminology doesn't pertain to the standard deviation that they have calculated. ഇപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ലാർജ് ക്യാപ്പ് ഫണ്ട്സ് ആണ് കമ്പയർ ചെയ്യുമ്പോൾ it should be compared with the large cap. When you take mid cap, if you are choosing mid cap, അതിൽ ലാർജ് ക്യാപ്പ് ആണോ മിഡ് ക്യാപ്പ് ആണോ സ്മോൾ ക്യാപ്പ് ആണോ അല്ല സെക്ടർ ഫണ്ട്സ് ആണോ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് ഒരു ഉത്തരം പറയാൻ, ഒരു ഗൈഡൻസ് തരാൻ മാത്രം ശേഷി എനിക്കില്ല. ബട്ട് വെൻ യു കമ്പയർ ലാർജ് ക്യാപ്പ് ആണ്, ഇറ്റ് ഷുഡ് ബി കമ്പയർഡ് വിത്ത് ലാർജ് ക്യാപ്പിന്റെ മറ്റ് ഫണ്ട്സിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമായിട്ട് നോക്കണം. നേരത്തെ കൃഷ്ണാനന്ദ് പറഞ്ഞ പോലെ രണ്ട് പേരുണ്ട് സെലക്ട് ചെയ്യാന്. അതിൽ 2 പേരുടെ ആവറേജ് റിട്ടേൺ ഒന്നാണ്. അത് നമ്മൾക്കിപ്പോൾ 2 ഫണ്ട്സ് കിട്ടി. 2 ഫണ്ടില് ഏതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് കുറവ്, ദാറ്റ് വിൽ ബി പ്രിഫറബിൾ. പക്ഷെ അതിന്റെ അപ്സൈഡിനും ഈ പറഞ്ഞ ലിമിറ്റ് ഉണ്ട്. Shall we move to the next subject, next terminology? Please, sir. Yes, sir. Yes. Right. The next terminology, repeated, there are 2 broad categories of risk. One is systematic risk, and the second is non-systematic risk. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലും ഞാനൊരു റിവിഷന് വേണ്ടി ആവർത്തിക്കാം. സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിൽ ആകെ ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ ഫലമായിട്ടുണ്ടാകാവുന്ന ആ റിസ്കിനാണ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. അത് എക്കണോമി ടോട്ടലായിട്ട് താഴെ പോയി, അല്ലെങ്കിൽ ഗ്ലോബലായിട്ടുള്ള എന്തെങ്കിലും സംഭവവികാസങ്ങൾ, US-ലോ മറ്റോ ഉണ്ടാകുന്ന സംഭവവികാസങ്ങൾ. ഉദാഹരണത്തിന് 2008 സബ്പ്രൈം ക്രൈസിസ് നമ്മുടെ രാജ്യത്തെ ഡയറക്റ്റ് ആയിട്ടൊന്നും ബാധിച്ചിട്ടില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് ബാധിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് 2008 ഇന്ത്യൻ മാർക്കറ്റിൽ 21,000-ൽ നിന്ന് സെൻസെക്സ് 21,000-ൽ നിന്ന് 8,000-ലേക്ക് പോയി. സോ സച്ച് ചേഞ്ചസ് ആർ എക്കണോമിയിലും മറ്റുമൊക്കെ ഉണ്ടാകുന്ന എല്ലാ സ്റ്റോക്കിനും ബാധകമാക്കുന്ന അത്തരം റിസ്കിന് ഇറ്റ് ഈസ് കോൾഡ്, ദേ ആർ കോൾഡ് സിസ്റ്റമാറ്റിക് റിസ്ക്. ആൻഡ് നോൺ സിസ്റ്റമാറ്റിക് എന്ന് പറയുന്നത്, സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത് സെക്ടറിനുള്ള നമ്മൾ ഏതിനാണ് എടുക്കുന്നത് എന്നുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ സിസ്റ്റമാറ്റിക്കിന് മാറ്റങ്ങൾ വരാം. നോൺ സിസ്റ്റമാറ്റിക് എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് സ്പെസിഫിക് ഓർ കമ്പനി സ്പെസിഫിക്, ആ കമ്പനിക്ക് ഉണ്ടാകാവുന്ന മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകാവുന്ന മാറ്റങ്ങൾ. ഇപ്പൊ അടുത്ത കാലത്ത് ട്രിവാൻഡ്രത്ത് കിംസിന്റെ ഡോക്ടർ സഫറുള്ള, ഇവിടെ പറയുന്നത് ശരിയല്ല ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അദ്ദേഹം പേപ്പർ സൂട്ടിന് അപ്ലൈ ചെയ്തു. അതിന്റെ സ്റ്റോക്കിന്റെ വിലയൊക്കെ എങ്ങനെ പോയി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ 2 ക്ലയൻസ് അവരുടെ സ്റ്റോക്ക് വിറ്റു. സോ സച്ച് ഒരു കമ്പനി സ്പെസിഫിക് ആയിട്ടുള്ള റിസ്കിനാണ് നോൺ സിസ്റ്റമാറ്റിക് റിസ്ക്. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഒരു മെഷർമെന്റ് ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വഴി ഉപയോഗിക്കുന്നത്.
ഇതില് ഈ സിസ്റ്റമാറ്റിക് റിസ്ക് മാത്രം കണക്കിലെടുക്കുന്ന ഒരു റിസ്ക് ഉണ്ട്. That is called, that's the next topic, that is called beta. ബീറ്റ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാനൊരു എക്സാമ്പിൾ പറയാം, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. നമ്മള് ഭാര്യയും ഭർത്താവും രണ്ടുപേരും അവര് ഈവനിങ് വാക്കിന് പോവാണ്. ഈവനിങ് വാക്കിന് പോകുമ്പോൾ രണ്ടുപേരും തൊട്ടടുത്ത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നടന്ന് വർത്താനം പറഞ്ഞുകൊണ്ട് പോകുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലര് ഈ ഭർത്താവ് കുറെ മുമ്പിലായിരിക്കും, ഭാര്യ പുറകിലായിരിക്കും. ഭർത്താവ് വളരെ സ്പീഡിൽ പോകും, ഭാര്യ അത്രയും സ്പീഡ് ഉണ്ടാവില്ല. ഇവര് നേരെ പോയി, സപ്പോസ് ടാർഗറ്റ് ഡിസ്റ്റൻസ് ഈസ് 2.5 kilometers, ഈ 2.5 kilometer ദൂരെ പോയിട്ട് തിരിച്ചു വരുമ്പോഴും എന്തായിരിക്കും, ഭർത്താവ് മുമ്പിലായിരിക്കും, ഭാര്യ പിന്നിലായിരിക്കും. അപ്പൊ ഇതില് ഈ ബീറ്റ എന്ന് പറയുന്നത് ഈ ഭർത്താവും ഭാര്യയും തൊട്ട് ഇടത്തും വലത്തുമായിട്ട് പോകുന്ന ഇതില് ഭാര്യ നമ്മുടെ ബെഞ്ച് മാർക്കായിട്ട് എടുത്താൽ ഈ തമ്മിലുള്ള ഈ വാട്ട് യു കോൾ ഇറ്റ്, ഇറ്റ് ഈസ് എ കോ മൂവ്മെന്റ്. അത് 1 എന്നാണ് നമ്മൾ പറയാ, 1 എന്ന് പറയാ, ഈ വിത്ത് റെഫറൻസ് ടു ബീറ്റ. സോ ദിസ് ബീറ്റ ഇൻഡിക്കേറ്റ്സ് ദ കോ മൂവ്മെന്റ് ഓഫ് എ ഫണ്ട് വിത്ത് റെഫറൻസ് ടു മാർക്കറ്റ് ഓർ ബെഞ്ച് മാർക്ക്. ഇവിടെ ഞാൻ ഈ പറഞ്ഞത് എന്റെ സങ്കല്പത്തിൽ വന്ന് ഇതെങ്ങനെ അവതരിപ്പിക്കാം എന്നുള്ളത് ആലോചിച്ചപ്പോൾ എന്റെ മനസ്സിൽ വന്ന ഒരു സംഭവമാണിത്. രണ്ടുപേരും തൊട്ട് ഇടത്തും വലത്തും ചേർന്ന് പോകുന്നു, വർത്തമാനം പറഞ്ഞുകൊണ്ട് പോകുന്നു. സോ ദ കോ മൂവ്മെന്റ് ഓഫ് ദ ഫണ്ട്, ആ ഫണ്ട് എന്ന് പറയുന്നത് അത് ഭർത്താവിനെ എടുക്കുക, ആൻഡ് ദ ബെഞ്ച് മാർക്ക് ഭാര്യ എടുക്കുക. ഇൻ ദിസ് കേസ് ദ കോ മൂവ്മെന്റ് ഈസ് 1. ദെൻ നമ്മള് സെക്കൻഡ് കേസ്, ഭർത്താവ് വളരെ സ്പീഡിൽ പോവാണ്, ഭാര്യ പുറകിലാണ്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ ആ കോ മൂവ്മെന്റ് നമ്മള് ഭാര്യയെ ബെഞ്ച് മാർക്കായിട്ടും ഭർത്താവിനെ ഫണ്ടായിട്ടും കണക്കിലാക്കിയാൽ ഈ ബെഞ്ച് മാർക്കിന്റെ സ്പീഡിനേക്കാൾ കൂടുതൽ റിട്ടേൺ ഹസ്ബൻഡ് ഫണ്ടിൽ നിന്ന് കിട്ടും. മാറിപ്പോയി. ഇതൊരു ഞാൻ പറഞ്ഞ ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? അതായത് വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, suppose the market moves up by 10%, and the fund also moves up by 10%. And this happens in index funds and ETF. രണ്ടും സമാനമായിരിക്കും. So in that case, market in the benchmark in the beta, it's always taken as 1. അപ്പൊ രണ്ടും ഒരുപോലെ പോകുന്നതിന് 1 എന്ന് പറയും. അപ്പൊ ഇത് ഈ മൂവ്മെന്റ് നമ്മള് വേറൊരു കേസ് ഞാൻ രാവിലെ നടക്കാൻ പോകുമ്പോൾ കാണുന്നത്, ഭാര്യയാണ് മുമ്പില്, ഭർത്താവ് പുറകിലാണ്. ഭർത്താവ് ഇത്തിരി മുടന്ത്, എനിക്കെന്തോ പ്രായമായ എന്തോ അസുഖം വന്നാണ്, എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ഭാര്യ എപ്പോഴും മുമ്പിലും ഭർത്താവ് പുറകിലുമാണ്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ ഭാര്യ, സപ്പോസ് ഈ ഭാര്യ എന്ന് ഞാൻ പറഞ്ഞത് വീണ്ടും നമ്മൾ ബെഞ്ച് മാർക്കായിട്ട് നമ്മൾ കരുതിയാൽ, ഭാര്യ ബെഞ്ച് മാർക്ക് 10% പോകുമ്പോൾ ഈ ഭർത്താവ് പുറകിലാണ്, ഇറ്റ് മൂവ്സ് അപ്പ് ബൈ 80%. അത് തിരിച്ചു വരുമ്പോഴും അങ്ങനെയാണ്. അവർ യാത്ര കഴിഞ്ഞൊരു 2.5 kilometer ദൂരം പോയിട്ട് തിരിച്ചു വരുമ്പോഴും വീണ്ടും ഭാര്യ മുമ്പിലായിരിക്കും, ഭർത്താവ് പുറകിലായിരിക്കും. ഇത് ഞാൻ ഫിയേഴ്സ് വെച്ചിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. If an asset has a beta of 1 against its benchmarks and the benchmark goes up by 10%, the asset can be expected to also rise by 10%. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ കേസ്. ഭർത്താവും ഭാര്യയും ഒരുമിച്ച് ഇടത്തും വലത്തുമായിട്ട് നടന്നു പോകും. ഇത് തിരിച്ചു വരുമ്പോഴും അങ്ങനെയാണ്. നമ്മൾ 2.5 kilometer നടന്നു കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴും ഇഫ് ദ മാർക്കറ്റ് ഡ്രോപ്സ്, അതിന് മുമ്പോട്ട് നടക്കുന്നത് അതിന് നമ്മൾ ബുള്ളിഷ് പീരീഡ് എന്നും പുറകോട്ട് നടക്കുന്നതിന് ബെയറിഷ് പീരീഡ് എന്നും പറഞ്ഞാൽ, ഇവർ രണ്ടുപേരും തിരിച്ചു നടക്കുമ്പോഴും ഇഫ് ദ മാർക്കറ്റ് ഡ്രോപ്സ് ബൈ 10%, the asset also would drop by 10%. In cases the fund market beta is generally taken as a 1, and in this case, if the movement the co-movements are same, we call the benchmark, the beta is 1. Now suppose a beta is a 1.5. The meaning is that
if the market moves by 10%, the fund with the beta or stock with the beta of 1.5 will move up by 15%. Again, so the upside is high. And in the during the bearish period, if the market goes down by 10%, the fund will go down by 15%. So this is beta. And again, suppose beta is a 0.7. ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ ഹസ്ബൻഡ് ഇത്തിരി ഹാൻഡിക്യാപ്ഡ് ആണ്, നടക്കാൻ വിഷമമുണ്ട്, ഭാര്യയാണ് മുമ്പിൽ പോകുന്നത്. If beta of 0.7 means the asset will be just 70% as volatile as the market. Either 10% market മേപ്പോട്ട് പോയാൽ fund will go up by only 7%. Sorry, അതെ, അത് താഴോട്ട് പോയാലും നമ്മൾ താഴോട്ട് മാർക്കറ്റ് 10% പോകുമ്പോൾ 7% ആയിരിക്കും ഫണ്ട് പോകുന്നത്. അപ്പൊ ഇതിൽ ഏത് ഫണ്ട് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്? വിത്ത് ഓൾ അതർ ഡേറ്റ റിമൈനിങ് ദ സെയിം. Will you select a fund with beta 1 or a fund with the returns are the same and a fund with a lower beta? So it is appropriate that you choose a fund with or stock with a beta lower than 1. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മളൊരു സെൻസെക്സ് മുകളിലോട്ട് പോകുന്ന സ്ഥിതി നമ്മൾ കണ്ടിട്ടുണ്ട്. മുകളിലോട്ട് പോകുമ്പോൾ എല്ലാ സ്റ്റോക്കിന്റെയും സെൻസെക്സിന് സപ്പോസ് ദർ ഇസ് 1% അപ്പ് വൺ ഡേ, എല്ലാ സ്റ്റോക്കിന്റെയും വാല്യൂവിന് 1% അപ്പ് ഉണ്ടാവുമോ? ചില സ്റ്റോക്കിന്റെ വാല്യൂ ഇറ്റ് വിൽ ബി അപ്പ് ബൈ മോർ ദാൻ 1%. And some stocks value will go up by less than 1%. അത് തിരിച്ചും അങ്ങനെയാണ്. താഴോട്ട് പോകുമ്പോഴും ബെയറിഷ് പീരീഡിൽ മാർക്കറ്റ് താഴോട്ട് പോകുമ്പോഴും ഇതുപോലെ സംഭവിക്കാം. So all other conditions or returns etc., category large, mid or small, when you compare it with the benchmark, if the returns are the same, you select a fund with a beta which is lower than 1. Am I clear? Madhu? Yeah, sir. Lower than 1 on the പറയുമ്പോൾ return will be also lower than the index. Is it not? Return, the variability will be return. Even if the beta is 1, some funds with beta less than 1 has given higher return. I don't know how it happens. Probably because of the consistency. Maybe the fund manager's ability, etc., etc. The beta is also given in the fact sheet, and it's also given in value research, money control, etc. So what I want to convey is when you select a fund, all other factors remaining the same, you select a fund with the lower beta. So if you are a conservative, investor, then low beta stocks is low beta in fund is better than. There's 2 points. If you are conservative, you can go for a lower beta, and not only that, a fund with the same other data. Choose the standard deviation. നേരത്തെ പറഞ്ഞ രണ്ട് കൃഷ്ണൻ പറഞ്ഞ രണ്ട് cricketers, average return is the same. So choose the one with the lower standard deviation. എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ റിട്ടേൺ മറ്റു കാര്യങ്ങളും മീൻ റിട്ടേൺ മറ്റു കാര്യങ്ങളും ഒരുപോലാണ്. അങ്ങനെയാണെങ്കിൽ choose the fund with the lower beta. Correct. I think it is clear almost. Yes, sir. I try to make it as simple as possible. Yes, Right. you can move here. Yes, beta measures how volatile the asset is compared to the overall market. And the third is beta basically measured based on the macro and microeconomic situation of the economy. Pardon? Beta basically denotes the macro and microeconomic situation of the economy. No. I couldn't really understand. I mean, sir, index ആണ് respective index ൽ നിന്ന് എത്രമാത്രം plus or minus index fund beta ഒന്നായിരിക്കും. അതിൽ നിന്ന് പ്ലസ് ഓർ മൈനസ് വരുന്നതായിരിക്കും ബീറ്റ നോക്കുന്നത്. പക്ഷേ ബീറ്റ സിസ്റ്റമാറ്റിക് റിസ്ക് ആണ് പിന്നെ വാല്യൂ ചെയ്യുന്നത്. സിസ്റ്റമാറ്റിക് റിസ്ക് ആണ് നമ്മൾ ബീറ്റ മെഷർ ചെയ്യുന്നത്. Whereas standard deviation measures the total risk. Risk വേറെ പല റിസ്ക് ഉണ്ട്.
ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് ഉണ്ട്, കൺട്രി റിസ്ക് ഉണ്ട്, കറൻസി റിസ്ക് ഉണ്ട്, പല റിസ്ക് ഉണ്ട്. അതിലേക്കൊന്നും നമ്മളിപ്പോ പോകുന്നില്ല. അത്രയും ബ്രോഡായിട്ട് പോകേണ്ട ആവശ്യം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു വളരെ വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റിസ് ഷാർപ്പ് റേഷ്യോ എന്ന് പറയുന്നത് ദിസ് വാസ് ഡെവലപ്ഡ് ബൈ വില്യം ഷാർപ്പ്. ഹി വാസ് എ നോബൽ പ്രൈസ് വിന്നർ. ഷാർപ്പ് റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ വെൻ വി ഇൻവെസ്റ്റ് വി ആർ ടേക്കിംഗ് എ റിസ്ക്. ആ റിസ്കിന്റെ മെഷർ എന്താണ്? നമ്മൾ രണ്ട് മെഷർ കണ്ടു. ഒന്ന് അതിൽ ഒരു മെഷറാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ദ അതർ മെഷർ ഈസ് ബീറ്റ. അപ്പൊ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു വി ആർ ടേക്കിംഗ് എ റിസ്ക്. എടുക്കുന്ന റിസ്കിന് എന്ത് റിട്ടേൺ കിട്ടി എന്നുള്ളത് അളക്കാനുള്ള ഒരു റേഷ്യോ ആണ് ഷാർപ്പ് റേഷ്യോ എന്ന് പറയുന്നത്. ആ റിസ്കിന്റെ എത്ര അധികം റിട്ടേൺ കിട്ടി. റിസ്ക് എടുക്കുന്നത് കൊണ്ട് നമ്മൾ റിസ്ക് എടുക്കുമ്പോൾ വി ആർ എക്സ്പെക്ടിങ് മോർ റിട്ടേൺ. അപ്പൊ അങ്ങനെ എത്ര അധികം കിട്ടി എന്നുള്ളതിന് ബേസ് ആയിട്ടൊരു ബേസ് വേണം. ആ ബേസിനേക്കാൾ എത്ര അധികം കിട്ടി എന്നുള്ളതാണ് വേണ്ടത്. ആ ബേസ് എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ എടുക്കാറുണ്ട്. ഒന്ന് നമ്മൾ ട്രഷറി ബിൽസ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് പുറപ്പെടുവിക്കുന്ന ഹ്രസ്വകാല കടപ്പത്രങ്ങളാണ്. അതിന്റെ കാലാവധി എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി 91 days, 182 days ആൻഡ് 364 days, ലെസ് ദാൻ 1 year. ഇത് ഈ ബേസ് ആയിട്ട് എടുക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഒന്ന്, ഇത് സെൻട്രൽ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന കടപ്പത്രങ്ങൾ തന്നെയാണ്. അത് സെൻട്രൽ ഗവൺമെന്റ് പൊളിയും എന്നുള്ളൊരു സങ്കല്പം നമ്മുടെ മനസ്സിലില്ല. രണ്ട്, ഇതിന്റെ പീരീഡ് കാലാവധി 91 days, 182 days, 364 days ആയതുകൊണ്ട് ഈ ഇൻട്രസ്റ്റ് റേറ്റിൽ ഉണ്ടാകാവുന്ന ചേഞ്ചസിന്റെ ഇമ്പാക്ട് ഷോർട്ട് ഡ്യൂറേഷനുള്ള, അത് പിന്നീട് വേറൊരു ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഷോർട്ട് ഡ്യൂറേഷനുള്ള കടപ്പത്രങ്ങൾ, ഹ്രസ്വകാല കടപ്പത്രങ്ങളായതുകൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റിൽ ഉണ്ടാകാവുന്ന ചേഞ്ചസിന്റെ ഇമ്പാക്ട് ഓൺ ദീസ് ട്രഷറി ബിൽസ് ബി ലോവർ. ഇത് കൂടാതെ ഇത് ട്രാൻസ്മിഷൻ മെഷർ ഓഫ് റിസ്ക് ഞാൻ നേരത്തെ പറഞ്ഞു. സോ ഇത് ഓർത്തിരിക്കുക. അവസാനം പറഞ്ഞത് വാട്ട് ഈസ് ഷാർപ്പ് റേഷ്യോ? ഒരു റിസ്കിന്റെ അളവാണ്. റൈറ്റ്, സോറി, എനിക്ക് തെറ്റിപ്പോയി. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് മെഷർ ഓഫ് റിസ്ക്. ഇവിടെ ഞാൻ എഴുതിയത് തെറ്റിയാണ്. ഷാർപ്പ് റേഷ്യോ ഈസ് റിട്ടേൺ പെർ യൂണിറ്റ് റിസ്ക്. ഞാൻ എഴുതി തെറ്റിയാണ്, ഞാൻ തിരുത്തുന്നു. ഷാർപ്പ് റേഷ്യോ ഈസ് എ റിട്ടേൺ പെർ യൂണിറ്റ് റിസ്ക്. സ്റ്റാൻഡേർഡ് ഇപ്പോൾ റിട്ടേൺ പെർ ഒരു റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവറോൾ റിസ്കിന് നമ്മൾ ഉപയോഗിച്ച ടെർമിനോളജി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അപ്പോൾ ഒരു റിസ്ക് എടുക്കുന്നതിന് എന്ത് റിട്ടേൺ കിട്ടും? ആ റിട്ടേൺ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഒന്നുകിൽ നമ്മൾ ട്രഷറി ബിൽസിന്റെ അതിന്റെ ഈൽഡ് കണക്കിലെടുക്കാം, അല്ലെങ്കിൽ ഈ ഫിനാൻഷ്യൽ ബെഞ്ച്മാർക്ക് ഇന്ത്യ ലിമിറ്റഡിന്റെ റിസ്ക് റേറ്റ് FEBILന്റെ ഓവർനൈറ്റ് മിബോർ സ്റ്റാൻഡ്സ് ഫോർ മുംബൈ ഇന്റർ ബാങ്ക് ഓഫർ റേറ്റ്. അത് അറിയാവുന്നവരുണ്ടാവും, എന്നേക്കാൾ കൂടുതൽ അറിയാവുന്നവരുണ്ടാവും. ഇപ്പൊ ഇത് ഓവർനൈറ്റ് റേറ്റ് ആണ്. ഈ ഓവർനൈറ്റ് റേറ്റ് ഇന്റർ ബാങ്ക് ആണ്. ബാങ്കുകൾ തമ്മിൽ, ഒരു ബാങ്കിന് കുറച്ച് പണം ഷോർട്ടേജ് വന്നു, വേറൊരു ബാങ്കിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഈ ബാങ്കുകൾ തമ്മിൽ ഒരു ദിവസത്തേക്ക് പണം കൈമാറുമ്പോൾ ഓഫർ ചെയ്യുന്ന റേറ്റ് ആണ് മിബോർ എന്ന് പറയുന്നത്. സോ ഇതിൽ റിസ്ക് ഫ്രീ റേറ്റ് ആയിട്ട് ഒന്നുകിൽ ഈ ഫിനാൻഷ്യൽ ബെഞ്ച്മാർക്സ് ഇന്ത്യ ലിമിറ്റഡ് FPBILന്റെ മിബോർ റേറ്റ്, ഓവർനൈറ്റ് മിബോർ റേറ്റ് എടുക്കാം, അല്ലെങ്കിൽ you can take the ട്രഷറി ബിൽസിന്റെ റേറ്റ് എടുക്കാം. അപ്പോൾ എന്താണ് ഷാർപ്പ് റേഷ്യോ? റിട്ടേൺ പെർ യൂണിറ്റ് റിസ്ക് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫണ്ടിന്റെ റിട്ടേൺ, ആ ഫണ്ടിന്റെ റിട്ടേൺ മൈനസ് നമ്മള് റിസ്ക് ഇല്ലാത്ത ഇൻവെസ്റ്റ്മെന്റ് അസറ്റ് ഏതാണ്? ട്രഷറി ബിൽസ് റിസ്ക് ഇല്ല എന്നാണ് നമ്മുടെ അസംഷൻ. ദെൻ ഫെബിലിന്റെ ഈ ഓവർനൈറ്റ് മിബോർ റേറ്റും അതിനും റിസ്ക് ഇല്ല, അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഫണ്ട് റിട്ടേൺ മൈനസ് റിസ്ക് ഫ്രീ റിട്ടേൺ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ.
സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ നേരത്തെ എടുത്ത കേസിൽ എത്രയായിരുന്നു? 12 ആയിരുന്നു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലേ? നമ്മൾ നേരത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിസ്കസ് ചെയ്യാൻ എടുത്തപ്പോൾ 15% റിട്ടേണും 12% സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് എടുത്തത്. ആൻഡ് സപ്പോസ് ദ റിട്ടേൺ ഫണ്ട്സ് റിട്ടേൺ ഈസ് 10% ആൻഡ് റിസ്ക് റിട്ടേൺ ഈസ് 3%. അപ്പൊ 10 - 3 എത്ര വരും? 7 അല്ലേ? So 7 - 12. So that is a sharp ratio. അതായത് ഒരു റിസ്കിന് നമ്മൾ 12 ആയിരുന്നു നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കേസിലുള്ള റിസ്ക്. ആ 12 ഒരു റിസ്കിന് എത്ര റിട്ടേൺ കിട്ടി? ആ ഫണ്ടിന്റെ ആകെ എക്സസ് റിട്ടേൺ ഓവർ ദ റിസ്ക് റിട്ടേൺ ഈസ്, ഞാൻ പറഞ്ഞ എത്രയാണ്? ഫണ്ട്സ് റിട്ടേൺ ഈസ് 10%. Sorry, we will take the other data itself. 15 funds return is 15%, and the rate return. I'll change the figure. I'll change it to 5%. The fund return is 15. 15 minus 3 to 5. So 15 minus 5 is 10. 10 divided by 12. 10 divided by whatever be the decimal. So that is the return per unit risk. So remember, standard deviation means return per unit risk. I think, is it clear? അപ്പൊ ഇത് എടുക്കുമ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ല, ഷാർപ്പ് റേഷ്യോ ഞാൻ ഫണ്ട്സ് സെലക്ട് ചെയ്യുമ്പോൾ ഇതും ഞാൻ നോക്കാറുണ്ട്. ഷാർപ്പ് റേഷ്യോ അത് എല്ലാവരും അങ്ങനെയാണോ ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ചെയ്യുന്നത് മാത്രമാണോ ശരിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മേ ബി ഡിഫറൻറ്റ്. ബട്ട് ഈ ഷാർപ്പ് റേഷ്യോ കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഫാക്ട് ഷീറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഫാക്ട് ഷീറ്റിലും വാല്യൂ റിസർച്ച് പോലുള്ള വെബ്സൈറ്റുകളിലും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ 1 മണിക്കൂറായി. ദിസ് ഇസ് ദ ഫോർമുല ഫോർ ഷാർപ്പ് റേഷ്യോ. RP is the return of the portfolio over the, you can go choose it RF കളുടെ ഇപ്പുറത്തും RF ആണ്. നമ്മൾ ചൂസ് ചെയ്യുന്ന ഫണ്ടിന്റെ റിട്ടേൺ ആണ് RP ആയിട്ട് എടുക്കുക. RF എന്ന് പറയുന്നത് റിസ്ക് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ 2 ഡേറ്റ നമുക്ക് ചൂസ് ചെയ്യാം. അതിലേതെങ്കിലും ചൂസ് ചെയ്യാം. ഡിവൈഡഡ് ബൈ ദിസ് സിഗ്മ, സ്മോൾ സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. This is the RP is the fund return, and the RF is the risk-free rate, and the sigma is the standard deviation. So this is the return per unit risk. Okay, the higher the Sharpe ratio means higher the return per unit risk. Clear ആണല്ലേ? ഒരു യൂണിറ്റ് റിസ്കിന് എത്ര റിട്ടേൺ അധികം കിട്ടി എന്നുള്ളതാണ് നമ്മൾ ഷാർപ്പ് റേഷ്യോ മെഷർ ചെയ്യുന്നത്. Higher the Sharpe ratio means higher the return per unit risk.